കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പേരാർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരത്തത് അങ്ങനെയല്ല പറയുന്നത്. ഒരു സമയത്ത് നന്നായിട്ടുണ്ട്. ഇവരെ നന്നാക്കാനാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നീ ആരാടാ അത് ചെയ്യാൻ, നീ ഇറങ്ങി പോടാന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ അവർ ചൂസ് ചെയ്യണ്ടേ? അവർ കൂടി ചൂസ് ചെയ്യണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇവരൊക്കെ കാണുമ്പോൾ കല്ലെറിയാൻ സമൂഹം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവർ ചെയ്ത ഒരു തെറ്റിനെ നിങ്ങൾ ഇങ്ങനെ പ്രകൃതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ്? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ആ വ്യക്തി ചെയ്ത തെറ്റെന്ന്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്ത തെറ്റെന്ന് പറയാ? ഇപ്പൊ ആ കുട്ടി ചോദിച്ചാൽ വിളിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തെ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ഇതിപ്പോ ഓൺലൈൻ മീഡിയ ഞാൻ പറഞ്ഞ പലതും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഫിലോസഫി പറഞ്ഞു കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ട്. നോക്കിയിരുന്നോ, ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ട. അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. ഇതൊരു തെറ്റാണോ? ക്രഷ് എന്ന് പറയുന്നത് ദിവസം മാറുംതോറും ഒരാൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സംശയം. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഒരു കാലത്ത് ഞാൻ മോണോഗാമസ് നടന്നതാണ്. ഒരാൾ പ്രണയിച്ച നടക്കില്ല നടന്നപ്പോൾ മനസ്സിലായി ഇനി പോളിഗാമസ് നടക്കുന്നു മനസ്സിലായി. ഒരു പോളിഗമിക്കുള്ള ആംബിയർ ഉണ്ടോ? കല്യാണക്കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. ഉഴപ്പോ? ഞാനോ? കർത്താവ് പൊറുക്കുകയല്ല. പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും. അതാവസ്ഥ. ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. 3 അഡൽട്ട. സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അയാൾ അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല. കോമാളിത്തം, അപരാധം, അഡൽട്ട. ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലെ പല ആളുകളും സെക്സ്വലി ഫസ്റ്റേറ്റർ ആണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റിൽ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഈ അഥവാ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണൻ ഈ പരിപാടി നിർത്തുവോ? പല നിർത്തുന്നില്ല. ഞാൻ ഈ ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഈ പണി നിർത്തുമെന്ന് ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് ഇദ്ദേഹം പണി നിർത്തും. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.